വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോർട്ട് നമ്പേഴ്സിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോർട്ട് നമ്പർ ഡസ് FTP യൂസ് ഫോർ എ ഡാറ്റ കണക്ഷൻ? ഓപ്ഷൻ A 20, B 21, C 22 ആൻഡ് D 23. അപ്പോൾ ഇത് പോളി CS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതായിരുന്നു FTPയുടെ ഡാറ്റ കണക്ഷന് വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പർ? അത് പോർട്ട് നമ്പർ 20 ആണ്. 21 എന്തായിരുന്നു? അത് FTPയുടെ ഡാറ്റ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 22 എന്ന് പറയുന്നത് SSH ആണ്. 23 എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ടെൽനെറ്റിന് വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പർ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫോൾട്ട് പോർട്ട് നമ്പർ യൂസ്ഡ് ബൈ NAS നെറ്റ്വർക്ക് ഫോർ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഈസ്. ഇപ്പോൾ ഡിഫോൾട്ട് പോർട്ട് നമ്പർ യൂസ്ഡ് ഫോർ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ആണ്. ഇത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ CHM ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണ്. ഇപ്പോൾ 870 നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. 20, 80, 80, 22. അപ്പോൾ ഇവിടെ ബാക്കി കേട്ടിട്ടുള്ളതിൽ 22, 20 നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. 80, 80 എന്ന് പറയുന്നത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള വെബ് സെർവറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി 870 നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു പോർട്ട് നമ്പർ അല്ല. ഇനി ഇതിൽ 20, 22 ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 20 നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു FTPയുടെ ആണ്. ദെൻ ഇതിൽ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അവിടെ വരാനുള്ളത് SSH ആണ്. കാരണം നമ്മൾ സെക്യൂർ എല്ലാം നമ്മൾ എൻക്രിപ്ഷൻ ഒക്കെ സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എന്തായിട്ട് പറയാം? ഓപ്ഷൻ D ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, വിച്ച് പോർട്ട് നമ്പർ ഈസ് യൂസ്ഡ് ബൈ ട്രിവിയൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ TFTP? അപ്പോൾ ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ CHM ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ TFTPയുടെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, അതായത് 69 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. 53 എന്ന് പറയുന്നത് എന്തായിരുന്നു? 53 DNSന് വേണ്ടിയിട്ടുള്ളതാണ്. 20 FTP ആണ്. 67 എന്ന് പറയുന്നത് 67ഉം 68ഉം DHCP ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സാണ്. നെക്സ്റ്റ് വൺ, വിച്ച് പോർട്ട് ഈസ് യൂസ്ഡ് ബൈ ദ HTTP പ്രോട്ടോക്കോൾ? HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് ഏത് പ്രോട്ടോക്കോളാണ്, ഏത് പോർട്ട് നമ്പറാണെന്നാണ്. ഇപ്പോൾ 21 ആണോ, 53 ആണോ, 80 ആണോ, 110 ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് HTTP എന്ന് പറയുന്നത് പോർട്ട് നമ്പർ 80 ആണ്. ഓക്കെ, ഇനി വരുന്നതിൽ ഇതിൽ ഓരോന്നും നമ്മൾ വരും ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആൻസർ 80 ആണ്. നെക്സ്റ്റ്, വിച്ച് പോർട്ട് നമ്പർ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് HTTPS? HTTP നമ്മൾ പറഞ്ഞു 80 ആണ്. അപ്പോൾ HTTPS എന്തായിരുന്നു? HTTPS എന്ന് പറയുന്നത് ഓപ്ഷൻ 443 ആണ്. 443. ഇപ്പോൾ 23 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. 25 എന്തായിരുന്നു? SMTP ആണ്. ദെൻ പോർട്ട് 25 ഈസ് ട്രഡീഷണലി യൂസ്ഡ് ഫോർ വിച്ച് സർവീസ്? പോർട്ട് 25 എന്ന് പറയുന്നത് SMTP ആണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളതിൻ്റെ ഓൾറെഡി ഇതിൽ നിന്ന് പറയാൻ വേണ്ടി പറ്റുമോ നോക്കാം. FTP എന്തായിരുന്നു? FTPയിൽ 2 പോർട്ട് നമ്പേഴ്സ് ഉണ്ട്. 20, 21. 20 എന്ന് പറയുന്നത് ഡാറ്റയാണ്. 21 എന്ന് പറയുന്നത് കൺട്രോളാണ്. SSHൻ്റെത് 22 ആണ്. അതുപോലെ തന്നെ DNSൻ്റെ 53 ആണ്. ഇതിൻ്റെ ആൻസർ SMTP ആണ്, പോർട്ട് നമ്പർ 25. നെക്സ്റ്റ് വൺ, വിച്ച് പോർട്ട് നമ്പർ ഡസ് ദ DNS പ്രോട്ടോക്കോൾ യൂസ് ഫോർ ഡൊമൈൻ നെയിം റെസൊല്യൂഷൻ? ഇപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞല്ലേ, ഡൊമൈൻ നെയിമിൻ്റെ കേസിൽ ഏതായിരുന്നു? ഓപ്ഷൻ C 53 ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് പ്രോട്ടോക്കോൾ യൂസസ് പോർട്ട് 110 ബൈ ഡിഫോൾട്ട്? പോർട്ട് 110 യൂസ് ചെയ്യുന്നത് POP3 ആണ്. ഓക്കെ, ഇത് ഓൾറെഡി വരുന്നത് കൊണ്ടാണ് മുൻ ഓപ്ഷൻസിൽ ഞാനിത് പറയാതിരുന്നത്. നെക്സ്റ്റ് വൺ, പോർട്ട് 22 ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ്? ടെൽനെറ്റ്, FTP, SSH, DNS. പോർട്ട് നമ്പർ 22 എന്ന് പറയുന്നത് ഏതിൻ്റെ ആയിരുന്നു? SSHൻ്റെ ആയിരുന്നു. ടെൽനെറ്റ് ഏതായിരുന്നു? ടെൽനെറ്റ് 23. ഓക്കെ, ദെൻ പോർട്ട് 161 ഈസ് യൂസ്ഡ് ബൈ വിച്ച് പ്രോട്ടോക്കോൾ? പോർട്ട് 161 ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. HTTPൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെൽനെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, DHCP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയാത്തത് ഏതാ? SNMP ആണ്. SNMPയുടെ
പോർട്ട് നമ്പറാണ് 161 എന്ന് പറയുന്നത്. HTTP 80 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെൽനെറ്റ് 23 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി DHCPക്ക് 67ഉം 68ഉം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ആൻസർ 161. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? FTP 20, 21, 22 എന്ന് പറയുന്നത് SSH, 23 ടെൽനെറ്റ്, 25 SMTP, ഓക്കെ. ദെൻ 53 DNS, 67, 68 നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോക്കോളും അതിന് വരുന്നതാണ്. ദെൻ 161 എന്ന് പറയുന്നത് SNMP ആണ്. ദെൻ 110 എന്ന് പറയുന്നത് POP3 ആണ്. വേറെ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? 80 ഉണ്ട്, അത് വെബ് സെർവേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ DNSന് നമ്മൾ ഡൊമൈൻ റെസൊല്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് 53 ആണ്. ദെൻ 143 നമുക്ക് IMAPന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ പോർട്ട് 25 എന്ന് പറഞ്ഞാൽ SMTP ആണ്. ദെൻ 443 HTTPS, നെക്സ്റ്റ് HTTPൻ്റെ പറഞ്ഞു 80 ആണ്. ദെൻ TFTP അതാണ് 69 TFTP, ഓക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ട് കുറച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ പോവാം. ഓക്കെ, താങ്ക് യു.